ഫ്ലോറൻസ് കോവൽഷൻ എഴുതിയ ദ ഗെയിം ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണിത്. നിങ്ങൾക്കറിയാമോ, ജീവിതം ഒരു യുദ്ധമാണെന്ന് നമ്മളിൽ മിക്കവരും കരുതുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ ചിന്ത തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തോൽവിക്ക് കാരണമെന്നുള്ള സത്യമാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ജീവിതം ഒരു യുദ്ധമല്ല, അതൊരു കളിയാണ്. ഒരു അത്ഭുതകരമായ, ആവേശകരമായ, നിഗൂഢതകൾ നിറഞ്ഞ കളി. പക്ഷേ ഈ കളിക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഈ കളി ജയിക്കാൻ സാധിക്കില്ല. നിങ്ങളൊരു പക്ഷേ ജീവിതത്തിൽ എത്രയോ തവണ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. എത്രയോ തവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതും സംഭവിക്കുന്നില്ലെന്ന്. എന്തുകൊണ്ട് ചിലർ ജീവിതത്തിൽ വിജയത്തിൻ്റെ കൊടുമുടികളിൽ എത്തുമ്പോൾ മറ്റു ചിലർ എപ്പോഴും പിന്നിലാകുന്നുവെന്ന്. ഇന്ന് ഞാൻ നിങ്ങളോട് ജീവിതമെന്ന കളിയുടെ രഹസ്യ നിയമങ്ങൾ പറഞ്ഞു തരാം. ഈ നിയമങ്ങൾ നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. ഇത് വെറും വാക്കല്ല, നൂറ്റാണ്ടുകളായി മനുഷ്യർ അറിഞ്ഞുകൊണ്ടും അറിയാതെയും പിന്തുടരുന്ന ആത്മീയ നിയമങ്ങളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് ചില ആളുകൾ പറയുന്നതെല്ലാം ശരിയാകുന്നുവെന്ന്? അവർ പറയും, എനിക്ക് ഒരു പുതിയ വീട് വേണം. പിന്നീട് നോക്കുമ്പോൾ അവർക്ക് ആ വീട് കിട്ടിയിരിക്കും. മറ്റു ചിലർ പറയും, എനിക്ക് ഒരിക്കലും ജോലി കിട്ടില്ല. പിന്നീട് നോക്കുമ്പോൾ അവർ ജോലിയില്ലാതെ അലയുന്നു. ഇതെന്തൊരു വിചിത്രമായ നിയമമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ എങ്ങനെ നിങ്ങൾ ദിശ തിരിച്ചു വിടുന്നു എന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നത്. ജീവിതം എന്നത് നൽകലിൻ്റെയും സ്വീകരിക്കലിൻ്റെയും ഒരു വലിയ കളിയാണ്. നിങ്ങൾ എന്താണോ നൽകുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. ഇത്രയും ലളിതമായ ഒരു സത്യം. പക്ഷേ നമ്മൾ ഈ സത്യം മറന്നുപോയി. നിങ്ങൾ വിദ്വേഷം നൽകിയാൽ വിദ്വേഷം തിരികെ ലഭിക്കും. നിങ്ങൾ സ്നേഹം നൽകിയാൽ സ്നേഹം തിരികെ ലഭിക്കും. നിങ്ങൾ വിമർശനം നൽകിയാൽ വിമർശനം തിരികെ ലഭിക്കും. നിങ്ങൾ കള്ളം പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും കള്ളം പറയും. നിങ്ങൾ ചതിച്ചാൽ ആരെങ്കിലും നിങ്ങളെ ചതിക്കും. ഇതൊരു ശാപമോ ദൈവത്തിൻ്റെ ശിക്ഷയോ അല്ല. ഇതൊരു പ്രപഞ്ച നിയമമാണ്. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നിഷ്കർഷമായി പ്രവർത്തിക്കുന്ന ഒരു നിയമം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മനസ്സിന് 3 തലങ്ങളുണ്ട്: അബോധ മനസ്സ്, ബോധ മനസ്സ്, അതീന്ദ്രിയ മനസ്സ്. ഇതിലേറ്റവും ശക്തമായത് ഏതാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം. അതെ, അബോധ മനസ്സ്. അത് വെറും ശക്തി മാത്രമാണ്. അതിന് സ്വന്തമായൊരു ദിശയില്ല. അതൊരു നീരാവി പോലെയാണ്, വൈദ്യുതി പോലെയാണ്. നിങ്ങൾ അതിനോട് എന്ത് ചെയ്യാൻ പറയുന്നുവോ അത് ചെയ്യും. അത് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കുന്നില്ല. അത് ആജ്ഞകളെ അനുസരിക്കുന്നു. നിങ്ങൾ എന്താണോ ആഴത്തിൽ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമായി സങ്കല്പിക്കുന്നത് അത് അബോധ മനസ്സിൽ പതിയും. എന്നിട്ടത് അതേപടി പുറം ലോകത്ത് സംഭവിപ്പിക്കും. ഇത്രയും ഭയാനകമായ ശക്തിയാണിത്. ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഇപ്പോൾ തന്നെ, ഈ നിമിഷമുണ്ട്. ഒരു ചെറിയ കഥ പറയാം. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അവൾ എപ്പോഴും അഭിനയിച്ചിരുന്നു, നടിച്ചിരുന്നു താനൊരു വിധവയാണെന്ന്. അവൾ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കും, നീണ്ട കറുത്ത മൂടുപടം ഉപയോഗിക്കും. ആളുകൾ അവളെ കണ്ട് ചിരിച്ചു. എന്തൊരു കൗതുകമുള്ള കുട്ടിയെന്ന് അവർ കരുതി. അവൾ വളർന്നു. അവൾ വിവാഹം ചെയ്തു. അവൾ ആഴത്തിൽ സ്നേഹിച്ച ഒരു പുരുഷനെ. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലത്തിനുള്ളിൽ അയാൾ മരിച്ചു. പിന്നീട് വർഷങ്ങളോളം അവൾ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചു, നീണ്ട മൂണ്ടുപടം ഉപയോഗിച്ചു. എന്തുകൊണ്ടിത് സംഭവിച്ചു? അവളുടെ അബോധ മനസ്സിൽ താൻ ഒരു വിധവയാണെന്ന് ചിത്രം പതിഞ്ഞു. അത് പ്രവർത്തിച്ചു. അവൾക്ക് എത്ര വേദന സഹിക്കേണ്ടി വന്നിട്ടും ആ നിയമം പ്രവർത്തിച്ചു. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ നാടകം അവളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന്. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ ചിത്രങ്ങളാണുള്ളത്? നിങ്ങൾ പകൽ മുഴുവൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? രോഗത്തെക്കുറിച്ചാണോ, ദാരിദ്ര്യത്തെക്കുറിച്ചാണോ, പരാജയത്തെക്കുറിച്ചാണോ, അതോ വിജയത്തെക്കുറിച്ചാണോ, സമൃദ്ധിയെക്കുറിച്ചാണോ, ആരോഗ്യം ആണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വാക്കും നിങ്ങളുടെ അബോധ മനസ്സിൽ ഒരു റെക്കോർഡ് പോലെ പതിയുന്നു. പിന്നീട് ഒരു ദിവസം ആ റെക്കോർഡ് പുറത്തു വരും. നിങ്ങളെ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതെ, നിങ്ങൾ ഭയക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇത് വിരോധാഭാസമായി തോന്നിയേക്കാം, പക്ഷേ ഇത് സത്യമാണ്. നിങ്ങൾ എത്രത്തോളം ഭയപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങൾ ആ കാര്യത്തെ പറ്റി ചിന്തിക്കുന്നു. അത്രത്തോളം ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കപ്പെടുന്നു. ഒടുവിൽ ആ ചിത്രം പുറത്തു വരുന്നു. ഒരു മനുഷ്യനെ കുറിച്ച് എനിക്കറിയാം. അയാൾ ഒരു പ്രത്യേക രോഗത്തെ ഭയപ്പെട്ടിരുന്നു. വളരെ അപൂർവമായ രോഗം, എളുപ്പത്തിൽ അയാൾക്ക് സംഭവിക്കാത്തൊരു രോഗം. പക്ഷേ അയാൾ ദിനം പ്രതി ആ രോഗത്തെക്കുറിച്ച് ചിന്തിച്ചു. ആ രോഗത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു. ആ രോഗത്തിൻ്റെ ചിത്രങ്ങൾ മനസ്സിൽ വരച്ചു. ഒടുവിൽ ആ രോഗം അയാളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ മരിച്ചു. അയാളുടെ സ്വന്തം ഭാവനയ്ക്കിരയായി. ഇതെത്ര ദാരുണമാണ്! പക്ഷേ ഇത് എത്ര പേരുടെ ജീവിതത്തിലാണ് ദിവസവും സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് നമ്മുടെ തന്നെ ശവക്കുഴി തോണ്ടുന്നു. നമ്മുടെ സ്വന്തം ചിന്തകൾ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതേ നിയമം നല്ലതിനും വേണ്ടി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭാവനയെ നല്ലത് മാത്രം സങ്കല്പിക്കാൻ പരിശീലിപ്പിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സത്യമാകും. ആരോഗ്യം, സമ്പത്ത്, സ്നേഹം, സുഹൃത്തുക്കൾ, പൂർണ്ണമായ ആത്മപ്രകാശനം.
നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ആദർശങ്ങൾ പോലും ഇത് നിങ്ങളുടെ കൈകളിലാണ്. ഈ നിയമം നിങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതെങ്ങനെയെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ബോധമനസ്സ്, അതാണ് നിങ്ങൾ ദിനംപ്രതി ചിന്തിക്കുന്ന, കാണുന്ന, അനുഭവിക്കുന്ന ലോകം. അവിടെ മരണമുണ്ട്, ദുരന്തമുണ്ട്, രോഗമുണ്ട്, ദാരിദ്ര്യമുണ്ട്, എല്ലാത്തരം പരിമിതികളുമുണ്ട്. ഈ ചിന്തകളെല്ലാം നിങ്ങളുടെ അബോധ മനസ്സിലേക്ക് പോകുന്നു. അബോധ മനസ്സ് അവയെ വികസിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു മനസ്സുണ്ട്, അതീന്ദ്രിയ മനസ്സ്. അതാണ് യഥാർത്ഥ ദൈവീക മനസ്സ്. അവിടെ പൂർണ്ണമായ ആശയങ്ങളാണുള്ളത്. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിവ്യമായ പദ്ധതി രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ മാത്രം നിറയ്ക്കേണ്ട സ്ഥലം, നിങ്ങൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം. പലപ്പോഴും ഈ ദിവ്യമായ പദ്ധതി നിങ്ങളുടെ ബോധമനസ്സിലേക്ക് ഒരു അപ്രാപ്യമായ ആദർശമായി വന്നിറങ്ങും. നിങ്ങൾ ചിന്തിക്കും, ഇത് നിജമാകാൻ, സത്യമാകാൻ വളരെ നല്ലതാണ്, ഇത് സാധ്യമല്ല. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. അത് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ബുദ്ധിയിൽ നിന്ന് വരുന്ന സന്ദേശമാണ്. അതെത്ര പേർ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു? അവർക്ക് യോജിക്കാത്ത ജോലികൾ, അവർക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ, അവർ പരാജയത്തിലേക്ക് മാത്രം നയിക്കുന്ന ആഗ്രഹങ്ങൾ. നിങ്ങൾ എത്ര കാലമായി ഒരു പ്രത്യേക കാര്യത്തിനായി കൊതിക്കുന്നു? എത്ര കാലമായി ഒരു പ്രത്യേക വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു? എത്ര കാലമായി ഒരു പ്രത്യേക ജോലി കിട്ടാൻ പ്രവർത്തിക്കുന്നു? ഒരുപക്ഷെ അത് നിങ്ങൾക്കുള്ളതല്ല. ഒരുപക്ഷെ നിങ്ങളുടെ ദൈവിക പദ്ധതി വേറെയായിരിക്കാം. നിങ്ങളോട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അവൾ വളരെയധികം പ്രണയിച്ച ഒരു പുരുഷനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അവർ അയാളെ എബി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ആത്മീയ നിയമത്തിൻ്റെ ലംഘനമാണ്. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശരിയായ പുരുഷന് വേണ്ടി, ദിവ്യനായ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി, ദൈവിക അവകാശമനുസരിച്ച് അവൾക്ക് സ്വന്തമായ ഒരാൾ. ഞാൻ കൂട്ടിച്ചേർത്തു, എബി ശരിയായ ആളാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ നഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ അയാളുടെ തത്തുല്യനായ മറ്റൊരാളെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് കേട്ട് അവൾക്ക് തോന്നിയത് എന്തായിരിക്കാം? ഒരുപക്ഷെ നിരാശ. പക്ഷേ ഞാൻ തുടർന്നു. അവൾ പതിവായി എബിയെ കണ്ടു. പക്ഷേ അവരുടെ സൗഹൃദത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ഒരു ദിവസം വൈകുന്നേരം അവൾ വിളിച്ചു. അവൾ പറഞ്ഞു, ഈ ആഴ്ചയായി എബി എനിക്കത്ര മികച്ചവനായി തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ അദ്ദേഹം ദിവ്യനായ തിരഞ്ഞെടുപ്പല്ലായിരിക്കും, മറ്റൊരാൾ ആയിരിക്കും ശരിയായ ആൾ. താമസിയാതെ അവൾ മറ്റൊരു പുരുഷനെ കണ്ടുമുട്ടി. അയാൾ ഉടനെ അവളുമായി പ്രണയത്തിലായി. അവൾ പറഞ്ഞു അവൾ തൻ്റെ ആദർശമാണെന്ന്. അയാൾ അവളോട് ആ പറഞ്ഞതെല്ലാം തന്നെ പറഞ്ഞു. എബി പറയണമെന്ന് ആഗ്രഹിച്ചതെല്ലാം അയാൾ പറഞ്ഞു. ഇത് വിചിത്രമായി അവൾക്ക് തോന്നി. താമസിയാതെ അവൾ അയാളെ സ്നേഹിക്കാൻ തുടങ്ങി. എബിയോടുള്ള താല്പര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്താണ് ഇവിടെ സംഭവിച്ചത്? പകരം വയ്ക്കലിൻ്റെ നിയമം. ഒരു തെറ്റായ ആശയത്തിന് പകരം ശരിയായ ആശയം വന്നു. അതുകൊണ്ട് തന്നെ യാതൊരു നഷ്ടമോ ബലിയോ ഉണ്ടായില്ല. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുകയാണോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്ന്? ഉത്തരം ലളിതമാണ്. നിങ്ങളുടെ വാക്കുകൾ, അതെ, നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ. നിങ്ങളുടെ വാക്കുകൾക്ക് അതിശക്തമായ ശക്തിയുണ്ട്. നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു. നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു. എത്ര പേരുണ്ട് വെറുതെയുള്ള വാക്കുകൾ കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ദുരന്തം വിളിച്ചു വരുത്തിയവർ? ഒരു സ്ത്രീയുടെ കഥ പറയാം. അവർ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് തൻ്റെ ജീവിതം ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെയും പരിമിതിയുടെയും നടുവിലാണ്. മുമ്പ് അവൾക്കൊരു വീടുണ്ടായിരുന്നു, സുന്ദരമായ വസ്തുക്കളാൽ ചുറ്റപ്പെട്ടിരുന്ന ഒരു സ്ഥലം. അവൾക്ക് ധാരാളം പണമുണ്ടായിരുന്നു. ഞങ്ങൾ കാരണം അന്വേഷിച്ചു. അവൾ പലപ്പോഴും തൻ്റെ വീടിൻ്റെ മാനേജ്മെൻറ്റിൽ മടുത്തിരുന്നു. അവൾ ആവർത്തിച്ചിരുന്നു, എനിക്ക് ഈ വീടും വസ്തുക്കളും ഒക്കെ മതിയായി. ഞാനൊരു പെട്ടിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ആ പെട്ടിയിലാണ് ജീവിക്കുന്നതെന്നും അവൾ പറഞ്ഞു. അവൾ സ്വയം ഒരു പെട്ടിയിലേക്ക് മാറി. അബോധ മനസ്സിന് നർമ്മബോധമില്ല. ആളുകൾ പലപ്പോഴും തമാശ പറഞ്ഞ് തങ്ങളെ തന്നെ ദുഃഖിതരാക്കുന്നു. ധാരാളം പണമുള്ള ഒരു സ്ത്രീ താൻ ദരിദ്രാലയത്തിന് തയ്യാറെടുക്കുകയാണെന്ന് തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവൾ ഏതാണ്ട് നിരാലംബയായി. അവളുടെ അബോധ മനസ്സിൽ ദാരിദ്ര്യത്തിൻ്റെയും പരിമിതിയുടെയും ചിത്രം നിറഞ്ഞിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഈ നിയമം ഇരുവഴിക്കും പ്രവർത്തിക്കുന്നു. ഒരു സാഹചര്യത്തിലെ ദാരിദ്ര്യം സമൃദ്ധിയായി മാറ്റാൻ കഴിയും. ഒരു ചൂടുള്ള വേനൽക്കാല ദിവസം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു, സമൃദ്ധിക്കായി, ഒരു പ്രാർത്ഥനയ്ക്കായി. അവൾ തളർന്നിരുന്നു. നിരാശയിലും തളർച്ചയിലും അവൾ പറഞ്ഞു, എൻ്റെ കൈവശം $8 മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നല്ലത്, നമുക്ക് ആ $8 അനുഗ്രഹിക്കാം. യേശു ക്രിസ്തു അപ്പവും മത്സ്യവും വർദ്ധിപ്പിച്ചതുപോലെ നമുക്ക് അവയെ വർദ്ധിപ്പിക്കാം. ഓരോ മനുഷ്യനും അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനും സുഖപ്പെടുത്താനും സമ്പന്നമാക്കാനുമുള്ള ശക്തിയുണ്ടെന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ ചോദിച്ചു, ഞാനിനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അന്തർബോധത്തെ പിന്തുടരുക. എന്തെങ്കിലും ചെയ്യണമോ, എവിടെയെങ്കിലും പോകണമെന്നോ ഉള്ള ഒരു തോന്നലുണ്ടോ? അന്തർബോധം എന്നാൽ ഉള്ളിൽ നിന്നുള്ള പഠിപ്പിക്കൽ. അത് മനുഷ്യൻ്റെ തെറ്റില്ലാത്ത മാർഗദർശിയാണ്. അവൾ പറഞ്ഞു, എനിക്കറിയില്ല.
വീട്ടിലേക്ക് പോകണമെന്ന് ഒരു തോന്നലുണ്ട്. യാത്രയ്ക്കുള്ള പണം മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. അവളുടെ വീട് വിദൂര നഗരത്തിലായിരുന്നു. അവിടെ ദാരിദ്ര്യവും പരിമിതിയും നിറഞ്ഞതായിരുന്നു. ന്യായമായ മനസ്സ് പറയുമായിരുന്നു, ന്യൂയോർക്കിൽ തന്നെ താമസിക്കുക, ജോലി കണ്ടുപിടിക്കുക, കുറച്ച് പണമുണ്ടാക്കുക. ഞാൻ പറഞ്ഞു, എങ്കിൽ വീട്ടിലേക്ക് പോകുക, ഒരിക്കലും ഒരു തോന്നലിനെ ലംഘിക്കരുത്. ഞാൻ അവൾക്കായി ഒരു വാക്ക് പറഞ്ഞു, അനന്തമായ ആത്മാവേ. എന്നിട്ട് അവളുടെ പേര് പറഞ്ഞു. ഈ സ്ത്രീക്ക് വേണ്ടി സമൃദ്ധിയുടെ വഴി തുറക്കൂ. അവൾ തൻ്റെ ദൈവിക അവകാശത്താൽ തനിക്ക് അവകാശപ്പെട്ട എല്ലാത്തിനുമുള്ള ഒരു പ്രതിരോധിക്കാനാകാത്ത കാന്തമാണ്. അവളിത് ആവർത്തിക്കണമെന്നും ഞാൻ പറഞ്ഞു. അവൾ ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി. ഒരു ദിവസം അവൾ ഒരു സ്ത്രീയെ സന്ദർശിക്കുമ്പോൾ തൻ്റെ പഴയ കുടുംബ സുഹൃത്തുമായി ബന്ധപ്പെട്ടു. ആ സുഹൃത്തിലൂടെ അവൾക്ക് ആയിരക്കണക്കിന് ഡോളർ ലഭിച്ചു. അതിശയകരമായ ഒരു വഴിയിലൂടെ. അവൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, $8 ഒരു തോന്നലുമായി എൻ്റെ അടുത്ത് വന്ന സ്ത്രീയെക്കുറിച്ച് ആളുകളോട് പറയണം. നിങ്ങളുടെ പാതയിൽ ഇപ്പോഴും സമൃദ്ധിയുണ്ട്, പക്ഷെ അത് ആഗ്രഹം, വിശ്വാസം അല്ലെങ്കിൽ സംസാരിക്കുന്ന വാക്ക് എന്നിവയിലൂടെ മാത്രമേ പ്രകടമാക്കാൻ കഴിയൂ. ഓരോ ആഗ്രഹവും പ്രകടിപ്പിച്ചതോ പ്രകടിപ്പിക്കാത്തതോ ആയത് ഒരാവശ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുകയാണ്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം പെട്ടെന്ന് നിറവേറുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നു. ഒരു ഈസ്റ്ററിൽ പൂക്കളുടെ കടയിൽ സുന്ദരമായ റോസ് മരങ്ങൾ കണ്ടിട്ട് ഞാൻ ഒരെണ്ണം സമ്മാനമായി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഒരു നിമിഷം അത് വാതിൽക്കൽ കൊണ്ടുവരുന്നത് മാനസികമായി കണ്ടു. ഈസ്റ്റർ വന്നു, അതോടൊപ്പം ഒരു സുന്ദരമായ റോസ് മരവും. പിന്നീട് ഞാൻ എൻ്റെ സുഹൃത്തിന് നന്ദി പറഞ്ഞു. എനിക്ക് വേണ്ടത് ഇത് തന്നെയായിരുന്നു എന്ന്. അവൾ പറഞ്ഞു, ഞാൻ നിനക്ക് റോസാ ചെടി അയച്ചില്ല, ഞാൻ നിനക്ക് ലില്ലികളാണ് അയച്ചത്. ആ മനുഷ്യൻ ഓർഡർ തെറ്റിച്ചു, എനിക്ക് ഒരു റോസ് ചെടി അയച്ചു. ഞാൻ നിയമത്തെ പ്രവർത്തനത്തിലാക്കിയിരുന്നു, എനിക്കൊരു റോസാ ചെടിയായിരുന്നു വേണ്ടത്. മനുഷ്യനും അവൻ്റെ ഏറ്റവും ഉയർന്ന ആദർശങ്ങൾക്കും അവൻ്റെ ഹൃദയത്തിലെ ഓരോ ആഗ്രഹത്തിനും ഇടയിൽ സംശയവും ഭയവും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. മനുഷ്യന് വിഷമിക്കാതെ ആഗ്രഹിക്കാൻ കഴിയുമ്പോൾ ഓരോ ആഗ്രഹവും തൽക്ഷണം നിറവേറും. അതെ, തൽക്ഷണം. പക്ഷേ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് വിഷമിക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് ഭയത്തെ ഇല്ലാതാക്കുന്നത്? ഭയം മാത്രമാണ് മനുഷ്യൻ്റെ ഏക ശത്രു. ദാരിദ്ര്യം, ഭയം, പരാജയ ഭയം, രോഗഭയം, നഷ്ടഭയം, ഏതെങ്കിലും തരത്തിലുള്ള അരക്ഷിതാവസ്ഥ. യേശുക്രിസ്തു ചോദിച്ചു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അതുകൊണ്ട് നമ്മൾ ഭയത്തിനു പകരം വിശ്വാസത്തെ ഉൾപ്പെടുത്തണം. കാരണം ഭയം എന്നത് വിപരീതമായ വിശ്വാസം മാത്രമാണ്. അത് നന്മയ്ക്ക് പകരം തിന്മയിലേക്കുള്ള വിശ്വാസമാണ്. ഇനി നിങ്ങൾ എന്നോടൊപ്പം ഒരു യാത്ര പോകൂ, നിങ്ങളുടെ ഉള്ളിലേക്കുള്ള യാത്ര. അവിടെ ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും എല്ലാ പഴയ റെക്കോർഡുകളും തകർത്ത് കളയുക. പുതിയ മനോഹരമായ റെക്കോർഡുകൾ ഉണ്ടാക്കുക. ആരോഗ്യത്തിൻ്റെ, സമൃദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, പൂർണ്ണമായ ആത്മപ്രകാശനത്തിൻ്റെ റെക്കോർഡുകൾ. ഇതാണ് ജീവിതം എന്ന കളി. നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിന്തകളാണുള്ളത്? നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? ഇത് വെറും തത്വചിന്തനം മാത്രമാണെന്ന് കരുതണ്ട. ഇതൊരു പ്രായോഗിക നിയമമാണ്. ഈ നിയമം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നോട്ട് പോകാനാവില്ല. നിങ്ങൾക്ക് ഭയത്തിൽ ജീവിക്കാനാവില്ല. നിങ്ങൾക്ക് നിഷേധാത്മകമായ വാക്കുകൾ സംസാരിക്കാനാവില്ല. കാരണം നിങ്ങൾക്കറിയാം, ഓരോ വാക്കും ഒരു വിത്താണ് നിങ്ങൾ നടുന്നത്. വിത്ത് തന്നെയാണ് നിങ്ങൾ കൊയ്യുന്നത്. എങ്കിൽ വിതയ്ക്കാൻ തയ്യാറാണോ? നല്ല വിത്തുകൾ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ വിത്തുകൾ. കാരണം വിളവെടുപ്പിൻ്റെ കാലം അതിവേഗം കുതിച്ചു വരുന്നു. ഇനി അടുത്ത ഭാഗത്ത് വാക്കുകളുടെ ശക്തിയെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി എങ്ങനെ പ്രകടമാക്കാം എന്നതിനെക്കുറിച്ചും ഞാൻ വിശദമായി പറയും. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. കാരണം അവിടെയാണ് യഥാർത്ഥ രഹസ്യം. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ താക്കോൽ. അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. നന്ദി.